ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഷവായൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമുക്കൊരു സംശയം ഉണ്ടാകും, ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് വെന്ത് കിട്ടുമോ, ഫുൾ ചിക്കൻ അല്ലേ, അങ്ങനെ വെന്ത് കിട്ടുമെന്നൊക്കെ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് ഓയിലില്ലാതെയാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട്, കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുന്ന വേർഷനും ഉണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് ഇപ്പോൾ ഓയിൽ ഉപയോഗിക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്താലൊന്നും കൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനി നെക്സ്റ്റ് അടുത്ത മെത്തേഡും കൂടെ ഒന്ന് നോക്കണം എന്നുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ വരുന്ന ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ശരിക്കും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടല്ലേ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയും സമയം മസാലയൊക്കെ അതിൽ പിടിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ഓരോരുത്തരുടെ ചിക്കൻ്റെ ഒക്കെ അളവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് കുറച്ച് പുളി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹാഫ് ലെമണും കൂടെ ഇതിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഈ എണ്ണ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മസാല നമ്മളിത് എണ്ണയൊന്നും ഉപയോഗിക്കാതല്ലേ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മസാല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ഈ മസാല ഇതിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെയൊക്കെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉൾവശത്തൊക്കെ നമ്മൾ കൈ ഉള്ളിലേക്ക് കടത്തിയിട്ട് മസാല എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ മസാല നന്നായി തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഒരു 2-3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കുക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കാത്തത് കാരണം ഇതിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉപ്പൊക്കെ നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലത്തെ വെയിറ്റ് എടുത്ത് മാറ്റണം കേട്ടോ. വാഷർ എടുത്ത് മാറ്റേണ്ട, വെയിറ്റ് മാത്രം എടുത്ത് മാറ്റുക. ഞാനൊരു കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തതാണ് കേട്ടോ. പിന്നെ 1 സവാളയുടെ പകുതി ഇതുപോലെ 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വഴറ്റിയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഫ്രഷ് ആയിട്ടാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചിലർ ചെയ്യും, ചിലർ ചെയ്യാറില്ല.
അപ്പോൾ ഞാനിത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെയും കൂടെ നല്ലൊരു ഫ്ലേവർ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഓപ്ഷണലാണ്, ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഫില്ലിങ് റെഡിയാക്കിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 കാലും ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം. ഇത് ശരിക്കും കുക്കറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഉപ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്കൊരു വാഴയില വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൻ്റെ സൈഡിലൊന്നും ഈ ചിക്കൻ തട്ടാൻ പാടില്ല. ചിക്കൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് കുക്കറിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഴയില എല്ലാ വശത്തും ശരിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കന് കറക്റ്റ് കുക്കറിൻ്റെ സൈഡിലൊന്നും തട്ടാതെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മൂടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആവാണ്ടായിരുന്നു, ഒന്നും കൂടെ കുക്കാവാണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെച്ചത്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ആയി കിട്ടും, 45 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ 1 അവർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചത്. അപ്പോൾ എന്തായാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷവായ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ ഈ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ട് ആ ഉപ്പിലൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞതുപോലെ ഉണ്ടാകും കുക്കറിൻ്റെ അടിയിൽ ആ ഉപ്പ്. അത് കുഴപ്പമില്ല, കുക്കറിൽ പിടിക്കൊന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീനായി കിട്ടും. പ്രയാസമൊന്നുമില്ല, കുക്കർ കേടുവരൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്